നമസ്കാരം. അങ്ങനെ അണ്ണ എത്തിയിട്ടുണ്ട്. കുറ്റവാളികളുടെ മസീഹ, ഈ പറയുന്ന പുരുഷന്മാരുടെ കൺകണ്ട ദൈവം, വേട്ടക്കാരന്റെ അളിയനൊക്കെ ആയ നമ്മുടെ രാഹുൽ ഈശ്വര് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യമേ എനിക്ക് രാഹുൽ അണ്ണനോട് ചോദിക്കാനുള്ള ടെനിയിട്ടം എത്ര രൂപ തന്നതായി. ഇത് സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. പൈസ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഈശ്വരന്റെ ജോലി ഇത് തന്നെയാണ്. പല കാര്യങ്ങളും രാഹുൽ ഈശ്വരനോടൊപ്പം ഞാൻ നിന്നിട്ടുണ്ട്. പുരുഷ കമ്മീഷനും വേണമെന്നുള്ള അഭിപ്രായം ഉള്ളവനും കൂടിയാണ് ഞാൻ. പക്ഷെ എല്ലാവരും, എല്ലാ പുരുഷന്മാരും മറ്റേ മാലാഹമാരും മറ്റേ ദേവന്മാരൊന്നും കരുതരുത്. മനസ്സിലായി? ഇന്നവൻ ചോദിക്കുന്നില്ലേ, ഇവൻ ഇന്ന് അൻസിബയ്ക്കെതിരായിട്ട് അവൻ ചോദിക്കുന്ന ഒരു വാക്കുണ്ട്. അതായത് ഭാഗ്യമായി നിങ്ങൾ ഇനി പീഡനം എന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഭാഗ്യമായെന്ന ഇവൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അതുമല്ല അവൻ പറയുന്നത്, അതായത് നമ്മുടെ ടെനി ടോമിനെ സാമൂഹിക വിപത്ത് എന്ന് വിളിച്ചത് വലിയ കുറ്റമായി പോയി എന്ന ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്. രാഹുലെ, അപ്പൊ അവളെ ഒരു ജിഹാദിയായി എന്ന് വിളിച്ചത് നിനക്ക് ഒരു കുറ്റവും തോന്നിയിട്ടില്ല. അവൾ മതം മാറ്റം നടക്കുന്നു എന്നവൻ പരസ്യമായിട്ട് പലർത്തും പറഞ്ഞതിനും നിനക്ക് ഒരു കുറ്റവും കേട്ടിട്ടില്ല. അവള് ഈ പറയുന്ന ഇവനെ ഒരു സാമൂഹിക വിപത്ത് എന്ന് വിളിച്ച് നിനക്ക് ഭയങ്കര കുറ്റമായിപ്പോ അല്ലേ? ബെസ്റ്റ് എന്നാ ബെസ്റ്റ്, പൂരത്തെറിയാണ്. ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ ഉൾപ്പെടെ ഫേസ്ബുക്കാണ് ഞാൻ കണ്ടത്, പൂരത്തെറി. ഒരൊറ്റ എണ്ണയില്ലല്ലോ രാഹുലിനെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പല കാര്യങ്ങളും തന്നെ ഞാൻ സപ്പോർട്ട്. പക്ഷെ ഈ ഒരു കേസിൽ നീ പറയുന്ന തെളിവില്ലെന്ന്, തെളിവുണ്ടെന്ന് ഈ പറയുന്ന ഇവള് തന്നെ പറയുന്നുണ്ട്. ആര്? നമ്മുടെ ലക്ഷ്മറിയാനെ പറയുന്നുണ്ട്. അതൊക്കെ പണ്ടെന്ന് ആ ക്ലിപ്പ് ഞാൻ ഇവിടെ ഞാൻ വെച്ചു തരാം. അതൊക്കെ പണ്ട് എങ്ങനെയാ നടന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ലക്ഷ്മറിയാനെ പറയുന്നുണ്ട്. അപ്പോ നമുക്ക് ഓരോന്നായിട്ട് സത്യം പറഞ്ഞാൽ ദയനീയം. രാഹുൽ ഈശ്വർ ദയനീയമായി പണം വാങ്ങിച്ചിട്ട് എന്തും ചെയ്യാൻ പറ്റുന്ന. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അതിന് മുമ്പ് അതൊക്കെ ചോദിക്കാം. അതിന് മുമ്പ് ഈ ഒരു സാധനം നമുക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം രാഹുൽ ഈശ്വറിന് കൊടുക്കാനുള്ളത് കൊടുക്കാം. ഓക്കെ? അൻസിബ ഒരു സാമൂഹിക വിപത്ത് എന്ന് ടിനി ടോം തിരിച്ചടിച്ചാൽ ടിനി ടോം ജയിലിലാകും. സ്ത്രീത്വത്തെ അപമാനിച്ചു, ദുസ്സൂചനയോടെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ടിനി ടോമിനെ എങ്ങനെ അപമാനിക്കാനും അൻസിബയ്ക്ക് കഴിയും? നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെ ഇരട്ടത്താവളാണ് അത് വ്യക്തമാക്കുന്നത്. പിന്നെ ഈ പറയുന്ന ഞാനൊരു ജിഹാദി, നിന്നെ നോക്കിയിട്ട് നീ പരിവർത്തനം ചെയ്യാൻ നടക്കുന്നവനാണെന്ന് പലവട്ടം പല ആളുകളോടും പറഞ്ഞു. നീ അറിഞ്ഞു, അത് സത്യമാണെന്ന് എല്ലാവരും ഊന്നി പറയുന്നു. പിന്നെ അവനെ സാമൂഹിക വിപത്തല്ലെന്ന് അവര് വേറെ എന്ത് വിളിക്കണം? സമൂഹത്തിന് അവർ വിപത്ത് തന്നെയാണെന്നേ. പിന്നെ വേറെ എന്ത് വിളിക്കണം? അയ്യോ മാലാഹി എന്ന് വിളിക്കണോ? നീ വിളിക്കണോ ടിനിട്ടം ചേട്ട എന്ന് വിളിക്കണോ? എടാ, അവൻ സാമൂഹിക വിപത്ത് തന്നെയാണ്. നിന്റെ ഈ പറയുന്ന കുടുംബത്തിലുള്ള ആരെങ്കിലും ആളെങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ നിനക്ക് നോവാണ്. നീ പണം വാങ്ങിച്ചിട്ട്, രാഹുൽ ഈശ്വർ താങ്കൾ പണം വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ഇനി അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ടിനിട്ടോം എത്ര രൂപ തന്നു? നീ എത്ര രൂപ തന്നു ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഘോരം പ്രസവിക്കണേ? ടിനി ടോം എന്ന പുരുഷനെ എങ്ങനെ അവഹേളിച്ചാലും അധിക്ഷേപിച്ചാലും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ആലോചിച്ച് നോക്കുക, അമ്മ പോലൊരു ഓർഗനൈസേഷൻ, ഞാൻ വളരെ ആദരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് അമ്മ. അവയിൽ പരസ്പര എതിരഭിപ്രായങ്ങൾ കാണാം, ഗ്രൂപ്പിസം കാണാം, അതൊന്നുമില്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ടിനി ടോം എന്ന പ്രഗത്ഭനായ കലാകാരനെ മനഃപൂർവ്വം സാമൂഹ്യ മധ്യത്തിൽ താറടിച്ച് കാണിക്കാനും അവകീർത്തിപ്പെടുത്താനും അധിക്ഷേപിക്കാനും അൻസിബ ഒരുങ്ങുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളും പല ആൾക്കാരും അതിന് കൈയടിക്കുകയാണ്. മാധ്യമങ്ങളും പല ആൾക്കാരും കഴിയാൻ അവന് വിവരമുണ്ട്. നിന്നെ പോലെ അല്ല, പൈസ വാങ്ങിച്ചിട്ടല്ല ചെയ്യുന്നത് എന്നുള്ളതാണ്. ടിനി ടോം എന്ന് പറയുന്ന പുരുഷന് തൃക്കുമല കൊമ്പും അല്ല തേങ്ങ മാങ്ങയുണ്ടാവും. പുരുഷനായാലും സ്ത്രീ ആയാലും ഇതുപോലുള്ള വംശീയമായിട്ട് അധിക്ഷേപിക്കുക, ജാതീയമായിട്ട് അധിക്ഷേപിക്കുക, അവൻ മൃഗമാണ്, അവൻ സാമൂഹിക വിപത്താണ്. താങ്കൾ പറഞ്ഞ താങ്കളും സാമൂഹിക വിപത്താണ്. ഇപ്പോ ഈ പറയുന്ന ഒരു സാമൂഹിക വിപത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളും അങ്ങനെ തന്നെയാണ്, പൈസ വാങ്ങിച്ചിട്ട്. മനസ്സിലായോ? ഈ ഇത്രയും ഭയങ്കരമായിട്ട് മറ്റേ ഇതൊക്കെ സംസാരിക്കുന്നവൻ ആ ഒരു കൊച്ചു കുട്ടീനെ, ഒരു 1.5 വയസ്സായ കൊച്ചിനെ ഒരുത്തൻ ക്രൂരമായിട്ട് ഒരു പുരുഷൻ അവനാണ് കൊന്നത്. അതിനെക്കുറിച്ച് നീ ഒരു പോസ്റ്റ് ഇട്ടോ? കമാന്നൊരു അക്ഷരം മിണ്ടിയോ? ഇല്ലല്ലോ. അവൻ സത്യം പറഞ്ഞാൽ അവൻ്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ, ആ 1.5 വയസ്സായ കൊച്ചിനെ ഇത്രയും മൃഗീയമായിട്ട് കൊന്നില്ലേ, അവൻ്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഈശ്വരനെ കൊടുത്തിരുന്നുവെങ്കിൽ രാഹുൽ ഈശ്വരൻ അവനെയും വിളിപ്പിച്ചെന്നെ. നമ്മളെ ഞാൻ എഴുതിത്തരാം. ഈ രാഹുൽ ഈശ്വരൻ അവനെയും വിളിപ്പിക്കും. എന്നും ഏത് കാലത്തും ഇവൻ എപ്പോഴും വേട്ടക്കാരന്റെ കൂട്ടത്തിൽ തന്നെയാണ്. ഒരു പെൺകുട്ടി ഒരു പരാതിയുമായിട്ട്, ഒരു സ്ത്രീ ഒരു പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അവൻ മുൻവിധിയാണ്. ഒന്നുകിൽ അവൻ ലൈംഗിക പീഡനമായിട്ട് കൊണ്ടുവരും, അത് വ്യാജ ലൈംഗിക പീഡനമാണെന്ന് പറയും, അല്ലെങ്കിൽ അവൾ പബ്ലിസിറ്റിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് മുൻവിധിയോടെ കാണുന്നവർക്കും നീയാണ്. ആര് വന്നാലും അങ്ങനെ തന്നെ. അതിപ്പം ഈ നടിയെ ആക്രമിച്ച കേസിലായാലും ശരി തന്നെയാണ്. എപ്പോഴും ഈ പറയുന്ന വേട്ടക്കാരന്റെ കൂടെ നിന്ന് അവന്റെ പൈസ വാങ്ങിച്ച് അത് നക്കിക്കൊണ്ടാണ് നീ ജീവിക്കുന്നത്. മനസ്സിലായോ? ടിനി ടോമിനെ സാമൂഹിക വിപത്ത് എന്നാണ് അൻസിബ വിശേഷിപ്പിച്ചത്. അങ്ങനെ തിരിച്ച്
ടിനി ടോം വിശേഷിപ്പിച്ചാലോ അൻസിബ ഒരു സാമൂഹിക വിപത്താണെന്ന്. അപ്പം ടിനി ടോമിനെ അറസ്റ്റ് ചെയ്യും. നമ്മൾ സാമൂഹിക വിപത്ത് തന്നെയാണ്. നീ ഇതുപോലെ മുസ്ലിങ്ങളെയും മറ്റുള്ളവരെയൊക്കെ പരിവർത്തനം ചെയ്യുന്നു. നീ ഈ പറഞ്ഞ ഹിന്ദുക്കളിലേക്ക് ആൾക്കാരെ കയറ്റുന്നു, അല്ലെങ്കിൽ നേരെ തിരിച്ച് നീ ഇന്ന് കുറെ പേർക്ക് പിന്നീട് മുസ്ലിങ്ങളിലേക്ക് ആൾക്കാരെ കയറ്റുന്നു. പരസ്യമായി നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ സഹപ്രവർത്തകർ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു നീ അറിഞ്ഞു എന്ന് പറയാം. നീ അവൻ എന്തെന്ന് വിളിക്കും? മസീഹ എന്ന് വിളിക്കുവോ? അതോ മറ്റേ പുണ്യാളെന്ന് വിളിക്കുവോ? അവനെ സാമൂഹിക വിപത്ത് എന്ന് പറയുന്നത് സമൂഹത്തിന് അവൻ ചെയ്യുന്ന വിപത്ത് തന്നെയാണ്. ഇതുപോലുള്ള വർഗീയത ഇളക്കി വിടുന്നവൻ സാമൂഹിക വിപത്ത് തന്നെയാണ്. മനസ്സിലായോ? നാട്ടിലെ ഏറ്റവും വലിയ ഗതികേടാണിത്. അപ്പൊ ഇത്തരം കാരണം ഈ വിഷയം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. മണിക്കൂറുകളോളം അമ്മയിലെ പല ആൾക്കാരോടും സംസാരിച്ചു. എനിക്ക് അതിന്റെ ഒരുപാട് തെളിവുകളും അവർ അയച്ചു തന്നിട്ടുണ്ട്. അതിന്റെ വോയിസ് ക്ലിപ്പുകൾ അയച്ചു തന്നിട്ടുണ്ട്. പ്രമുഖ താരങ്ങളുടെ പരസ്പരമുള്ള സംഭാഷണങ്ങൾ അവർ അയച്ചു തന്നു. അതിന്റെ സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിലെ എല്ലാ സത്യങ്ങളും പറയുന്നില്ല, ആരെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചു, ഞാൻ തിരക്കിയത് ഇടയ്ക്കിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിന്റെ സത്യം എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് കുറച്ച് വോയിസ് ക്ലിപ്പുകൾ തന്നിട്ടുണ്ട്, ഞാൻ അത് വെക്കും. നീ അതൊക്കെ വെയ്യടെ, നമ്മളും കൂടി അറിയട്ടെ. നീ ആരെ വിളിച്ച? ടിനി ടോമിനെയും ഈ പറയുന്ന ലക്ഷ്മിപ്രിയയും ശ്വേതാമേനോനെ ആയിരിക്കും വിളിച്ചത്. നീ എതിർകക്ഷിയിൽ ആരെങ്കിലും വിളിച്ചോ? ആരെയും വിളിച്ചു കാണത്തില്ല. നീ ഇതുപോലെ എപ്പോഴും വന്ന് കുറെ ഇതുപോലെയുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഞാൻ കുറെ പേരെ വിളിച്ചു. എനിക്ക് കുറെ വോയിസ് ആരെയായിരിക്കും? ഇവരെ കൂടെ നിൽക്കുന്ന 1-2 പേരായിരിക്കും. എതിർകക്ഷിയിലുള്ള ആരെങ്കിലും നീ വിളിച്ചോ? ഇല്ലല്ലോ. അപ്പൊ ആരെ വിളിച്ചു? ആൾക്കാർക്കും വേണ്ടോ? അവരുടെ കുറെ തെളിവുകളുണ്ട്. പലരും വിളിച്ചിങ്ങനെ. സത്യം പറഞ്ഞാൽ 99% ഇവർക്ക് എഗെയിൻസ്റ്റ് തന്നെയാണ്. അൻസിബയുടെ കൂടെ തന്നെയാണ് എല്ലാവരും, മുതിർന്ന നടന്മാരുൾപ്പെടെ. നീ പിന്നെ ആരെയാ വിളിച്ചത്? സിബ ഒരാൾക്ക് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ദുസ്സൂചനയോടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. ഒരു ഇൻസിനുവേഷൻ, ഇനുവെന്റോ പറഞ്ഞ് ചില ഫോട്ടോകളെ കുറിച്ച് ദുസ്സൂചനയോടെ പരാമർശിച്ച് അൻസിബ ഒരു വ്യക്തിക്ക് മെസ്സേജ് അയച്ചു. ആർക്കെന്ന് ഞാൻ പറയുന്നില്ല, ഒരാൾക്ക് മെസ്സേജ് അയച്ചു. ഇത് അവരുടെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. പാവം ആ സ്ത്രീ, നല്ലൊരു കലാകാരി. ഈ യഥാർത്ഥത്തിൽ ഇരയായത് ആ സ്ത്രീയാണ്. വെരി ഗുഡ്. പാവം ആ സ്ത്രീ, നല്ലതായിട്ടുള്ളൊരു കലാകാരി. 26 ലക്ഷം രൂപ പറ്റിച്ചെന്ന്, അതിനെക്കുറിച്ച് നിനക്കൊരു വാക്ക് പറയാം. നല്ലതായ കലാകാരി, KSFയിൽ പറ്റിച്ചു. നല്ല കുലീനയായ സ്ത്രീ. ഈ പറയുന്ന ഈ സ്ത്രീക്ക് ആരോ ഒരു മെസ്സേജ് അയച്ചു. ആ സ്ത്രീയുടെ പേര് പറയട്ടെ. ഇവിടെ കേരളത്തിലുള്ള അവരെ തന്നെ വന്ന് പറഞ്ഞു ആ സ്ത്രീ ഞാനാണെന്ന്. എന്നിട്ട് താങ്കൾ എന്താ പറയത്തത്? ആ സ്ത്രീയുടെ പേര് പറയുന്നില്ല. ഇവിടെ ആരും അറിഞ്ഞില്ല. താങ്കൾ ഇവിടെ ആയിരുന്നില്ലേ? ആ സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല. കുലീനയായ സ്ത്രീ, പാവമായ സ്ത്രീ, യഥാർത്ഥത്തിൽ ഇര അവരാണെന്ന് എന്നോ അയച്ച് നിങ്ങൾ അവരെടുത്ത് ഫോട്ടോ എടുത്തല്ലേ ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് കുടുംബ കലഹമായി. അത് 1 മാസം കഴിഞ്ഞ് അതുവരെ കുടുംബത്തിൽ കഥാപക്ഷം മോശം. നീ അപ്പം ഡിലീറ്റ് ചെയ്ത് കളയുന്നു. 1 മാസം വരെ എന്തിനു വെച്ചുകൊണ്ടിരുന്നത്? 1 മാസം കഴിഞ്ഞുകൊണ്ട് ഭർത്താവിനെ കൊണ്ട് കാണിച്ചു കൊടുത്തതിന് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം അവരാണ് കൂടുതൽ സത്യങ്ങൾ വെളിയിൽ പറയേണ്ടത്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോ അൻസിബയുടെ ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ആദ്യം പഠിക്ക്. രാഹുൽ എന്നെ ഒന്ന് പഠിക്ക്. എന്തിനാണ് പൈസ വാങ്ങിച്ചാൽ പോരാ. പൈസ വാങ്ങിച്ച് സ്ക്രിപ്റ്റ് എഴുതി അങ്ങ് പറഞ്ഞാൽ പോരാ. ഇവിടെ എന്തൊക്കെയാണ് ഇന്നലെ എന്ത് നടന്നു, 1 മണിക്കൂറിന് എന്ത് നടന്നു, ഈ വിഷയത്തെ പറ്റി അത് ആദ്യം പഠിക്ക്. സൂചനയോടുള്ള മെസ്സേജ് അവരുടെ കുടുംബക്കാർ കണ്ടപ്പോൾ, ഭർത്താവ് കണ്ടപ്പോൾ അവർക്ക് പ്രശ്നമായി. അവർക്കതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തു. അങ്ങനെ പോലീസുകാർ അൻസിബയെ വിളിച്ചു. അതിനാണ് അൻസിബയെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നത്, അപമാനിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. അൻസിബ അപ്പോൾ ഈ മെസ്സേജ് അയച്ച ആ സ്ത്രീക്കുണ്ടായ വേദനയോ, അവർക്കുണ്ടായ വിഷമമോ, അവരുടെ കുടുംബത്തിലുണ്ടായ ബുദ്ധിമുട്ടോ അതൊന്നും ഇവിടെ ആർക്കും പ്രശ്നമല്ല. ഇത്തരം ഒരുപാട് കാര്യങ്ങളാണ്. ഇതിനിടയ്ക്ക് മതവും ജാതിയും എല്ലാം കുത്തിക്കയറ്റി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അൻസിബയെ ഏതെങ്കിലും രീതിയിൽ അൻസിബയെ ജിഹാദി എന്ന് ടിനി ടോം വിളിച്ചതിന് എന്താ തെളിവുള്ളത്? മനസ്സിലായോ? അതായത് അവർക്ക് അങ്ങനെ ഒരു വിഷയം. താങ്കൾ പലപ്പോൾ പറയും എന്നെ കള്ളക്കേസിൽ കുടുക്കി, എന്നെ മറ്റേ ജയിലിൽ അടച്ചെന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ അതിന്റെ വിഷമം താങ്കളെ പറഞ്ഞു മനസ്സിലാക്കിയത്. താങ്കൾ അങ്ങനെ പറയുന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു എന്ന് കരുതി എന്റെ കുടുംബം തകരാൻ വേണ്ടിയിട്ട് എന്ത് മെസ്സേജ്, ആ മെസ്സേജ് എന്താണ് രാഹുൽ ഈശ്വർ എന്ന് പറയാം, എന്ത് മെസ്സേജാണ് അയച്ചത്? അത് അൻസിബ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നതാണ് നിങ്ങൾ അവിടെ വെച്ചാൽ ഫോട്ടോ എടുത്തല്ലോ ഞാൻ കണ്ടു, ഇത്രയല്ലേ ഉള്ളൂ. അതിനകത്ത് വേറെ ഇത്രയും ഈ കുടുംബ കലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് അതിനകത്ത് ഉള്ളത്? ഇവരാരെങ്കിലും കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നോ? ഭർത്താവ് പറഞ്ഞാൽ പ്രശ്നമാവുന്നത് അത് തുറന്നു പറയൂ രാഹുൽ ഈശ്വരെ. അപ്പൊ അവർക്കുണ്ടായ വിഷമം എന്നാ പറയുന്നത്. അത് അൻസിബ പറയുന്നത് അതിലെന്താണ് തെറ്റ്? എന്നെ ഇത് 1 മാസത്തിന് ശേഷം ഇവരോട് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റേ ആ ഒരു വിഷയം, മറ്റേ പൈസ കൊടുത്തില്ലേ കോവില്, ആ ഒരു വിഷയം തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഗൂഢാലോചന ചെയ്ത് ഇവിടെ നേരെ വിളിച്ചു കൊണ്ടുവന്ന് 3 മണിക്കൂർ അവിടെ ഇട്ട് ഹരാസ്മെന്റ്. താങ്കൾ ജയിലിൽ കിടന്നില്ലേ? അതിന് വന്ന് താങ്കൾ ഘോരഘോരം പ്രസംഗിച്ചില്ലേ എന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന്? ആണോ? അതുപോലെ തന്നെയാണ്. താങ്കൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഉണ്ടാവും.
ആ തെളിവുണ്ടെന്ന് പറയുന്നത് അൻസിബയുടെ തന്നെ ഗ്രൂപ്പിൽ നിൽക്കുന്ന മറ്റൊരു പ്രമുഖയായ നടി, എനിക്ക് പറയാൻ നന്നായിട്ട് അറിയാം, കാര്യം ഞങ്ങൾ ഒരുമിച്ച് ഒരു TV ഷോയിലുണ്ട്. അൻസിബ ഈ അല്ല, ആ തെളിവ് പോരെ? അവരെ കൂടെ നിൽക്കുന്ന ആ അമ്മയുടെ ഒരു സ്ഥാനം വഹിക്കുന്ന ആ തെളിവ് പോരെ? താങ്കൾ എന്ത് പറയുന്നത്? എന്താണ് തെളിവ്? എന്തെങ്കിലും തെളിവ് വെച്ചിട്ട് പറയാം. എന്തെങ്കിലും ഉണ്ട്, തേങ്ങയുണ്ട്, മാങ്ങയുണ്ടെന്നല്ല എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ശബ്ദരേഖയുണ്ട്, കോപ്പുണ്ടെന്ന് പറയുന്നല്ലാതെ എന്തെങ്കിലും കാണിച്ചോ? ഇല്ലല്ലോ. ഈ വാർത്താളം മാത്രമല്ലേ ഉള്ളൂ. സാമൂഹ്യ വിപത്തെന്നൊക്കെ ആര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ അത് മറ്റൊരാളുടെ കുടുംബത്തിനും അയാൾക്കും ഉണ്ടാക്കുന്ന മാനക്കേടും പ്രശ്നങ്ങളും താങ്കൾ ആലോചിക്കണം. താങ്കളെ തിരിച്ചങ്ങനെ വിളിച്ചാൽ താങ്കളെ രക്ഷിക്കാൻ നിയമം ഉണ്ടാവും. എന്നാൽ ഒരു കാര്യത്തിൽ ബഹുമാനം അർഹിക്കുന്നു, അമ്മയിൽ ആരും, അൻസിബ അടക്കം ആരും ഈ സാധാരണഗതിയിൽ മറ്റൊരാണിനെ കുടുക്കാനോ ആ ആണിനെ തളയ്ക്കാനോ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അങ്ങനെ ആരും ഉന്നയിച്ചില്ല. അതിന്റെ ബഹുമാനം അർഹിക്കുന്നു. കാര്യം ഒരുപാട് പുരുഷന്മാർക്കെതിരെ അങ്ങനെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട്. അതെന്തായാലും വന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഉളുപ്പുണ്ടോ രാഹുലെ? നിനക്ക് ഉളുപ്പുണ്ടോ? പറഞ്ഞു വെക്കുന്നതുണ്ട്. പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇനി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞില്ലല്ലോ. അതായത് ടിനി ടോം പീഡിപ്പിച്ചു എന്ന് നീ അൻസിബയെടുത്ത് പറഞ്ഞത് ഇൻഡയറക്റ്റ്. അതിന്റെ അർത്ഥം അതാണ്. അവൾക്കുണ്ടായ ഈ പറയുന്ന മാനസിക ദുഃഖം, അവൾക്കുണ്ടായ ഈ നാണക്കേട്, അവൾക്ക് ഇപ്പം അൻസിബേനെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മറ്റവൻ പറയായിരുന്നു, അവന്റെ മോൻ പറയായിരുന്നു, എന്നെ ശരിയാണ്, എന്നെ ഇതുപോലെ മതം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ എങ്ങനെയായിരിക്കും താങ്കൾ ഉൾപ്പെടെയുള്ളവർ വന്ന് വലിച്ചു കൂരാൻ നിൽക്കുന്നത്? പറഞ്ഞേട്ടോ, ഇനി നീ പീഡിപ്പിച്ചില്ലെന്ന് പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. അതായത് സത്യം പറഞ്ഞാൽ ടിനി ടോമിന്റെ ക്യാഷ് വാങ്ങി അവനെ വെളുപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. ഈ ഒരു വിഷയത്തിൽ നിന്റെ കൂടെ ഒരുത്തനും നിൽക്കാൻ പോകുന്നില്ല. നിന്റെ അന്തങ്ങളായ കുറച്ചുപേരല്ലാതെ വേറെ ഒരുത്തനും നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ താഴരുത്. ഇങ്ങനെ താഴെ എല്ലാ ആണുങ്ങളും നിങ്ങൾ പറഞ്ഞല്ലോ ഇവളെ അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന്. ഇവളെ അതേപോലെ ഇവരുടെ ഉഷ പറഞ്ഞു. ഇവളെ മാത്രമല്ല മുമ്പുള്ളവരെയും വിളിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ LP പറഞ്ഞു, അത് മുമ്പ് ഏതോ ഇതിൽ അങ്ങനെ പറഞ്ഞു എന്ന് LPയും പറയുന്നുണ്ട്. ഇതിനപ്പുറം എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? അൻസിബ മാത്രമല്ലല്ലോ ഈ ഒരു സംഭവം പറയുന്നത്, മറ്റു പലരും യവന്റെ വായിൽ നിന്ന് പറയുന്നുണ്ട്. യവനും ഞാൻ സ്റ്റേജൊക്കെ ഇങ്ങോട്ട് പാടി മറ്റേതെന്നൊക്കെ പറയുന്നു, യവനും പറയുന്നുണ്ട്. അപ്പൊ യവനും വായി തോന്നുന്ന എന്തും പറയാം, ആരെയും ജിഹാദി എന്ന് വിളിക്കാം, ആരെയും തെറി വിളിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ അവനൊരു സാമൂഹിക വിപത്താണെന്ന് പറഞ്ഞത് വലിയ തെറ്റായി ഇപ്പൊ രാഹുലിന്. എന്റെ അമ്മയെ വീട്ടിലും ഉണ്ടേ, വീട്ടിൽ നിങ്ങൾക്കൊരു സ്ത്രീ ഉണ്ട്, മനസ്സിലായോ? മക്കളുണ്ട്. മക്കളാണോ പെണ്ണെന്ന് എനിക്കറിയത്തില്ല. അവർക്കെതിരായിട്ട് ഇങ്ങനെ വരുമ്പോഴേ അപ്പോഴും നീ പുരുഷന്റെ ഒപ്പം നിൽക്കണം. പുരുഷന്റെ ഒപ്പം നിൽക്കണം. ഞാനും ഒരു പുരുഷൻ തന്നെയാണ്, മനസ്സിലായോ? പുരുഷ കമ്മീഷൻ വേണം എന്ന് തന്നെ എന്ന് പറഞ്ഞ് എല്ലാ സ്ത്രീകളും ഒരു പരാതി കൊടുക്കുന്ന ഏത് സ്ത്രീയും, ഏതൊരു ഒരു സ്ത്രീ പരാതി കൊടുത്താലും എവന്റെ മുൻവിധി എന്ന് വെച്ചാൽ ഒന്നുകിൽ അവള് ലൈംഗിക അതിക്രമം, വ്യാജ ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞുകൊണ്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ അവള് പബ്ലിസിറ്റിക്ക് എന്നവൻ മുൻവിധിയോടെ പറയും. ഈ സത്യമാണെന്ന് വെച്ചോ, ഇവൻ കമാന്നൊരക്ഷരം, ഇനി നല്ല തെളിവുകളൊക്കെ ഉൾപ്പെടെ വന്നാൽ ഇവൻ കമാന്നൊരക്ഷരം മിണ്ടത്തില്ല. ഞാൻ ഈ കൊച്ച് മരിച്ചല്ലോ, ഒരു പുരുഷനാണല്ലോ ഈ ക്രൂരത ചെയ്തത്. നീ ഒരു വാക്ക്, ഒരു പോസ്റ്റ് എവിടെയെങ്കിലും ഇട്ടില്ല. കാരണം പണം കിട്ടിയില്ല. അവന്റെ പണം ഉണ്ടായിരുന്നെങ്കിൽ, അല്ല അവന്റെ ബന്ധുക്കളിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ, നിന്നെ കണ്ട് നിന്റെ പൈസ തന്നിരുന്നെങ്കിൽ നീ അവനെയും വിളിപ്പിച്ചേനെ, നീ അവനെയും ന്യായീകരിച്ചേനെ. മനസ്സിലായോ രാഹുലെ? വളരെ മോശം, വളരെ മോശം, വളരെ മ്ലേച്ഛമായ സംഭവമാണ് നിങ്ങൾ ചെയ്തത്. കഷ്ടം. ഉളുപ്പുണ്ടോ? ലേശ ഉളുപ്പ്. ഈ പറയണ എന്താണെന്നെങ്കിലും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം പണവും വല്ലവന്റെ പൈസയും വാങ്ങിച്ച് അവന്റെ മൂലം നക്കാൻ വേണ്ടി നടക്കുന്നു. നമുക്ക് എടുക്കണം.